ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് നമ്മുടെ പൂമ്പാറ്റകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് കേട്ടോ. ഇതിനെ പൊതുവെ കുലുക്കിച്ചെടി അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെയാണ് പറയുക. ഈ ചെടിയിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. പൊതുവെ ഈ കളറിലുള്ള ബട്ടർഫ്ലൈസാണ് കൂടുതലായിട്ടും ഇതിൽ വന്നിരിക്കുക. റയറായിട്ട് വേറെ ടൈപ്പ് ചിത്രശലഭങ്ങളും ഇതിൽ വന്നിരിക്കാറുണ്ട്. പണ്ട് ഇത് ഒട്ടുമിക്ക വീടുകളിലും കണ്ടുവന്നിരുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ അങ്ങനെ കണ്ടുവരുന്നില്ല. ഈ പൂമ്പാറ്റകൾ ഈ ഇലയിൽ വന്നിരുന്നിട്ട് ആ ചെടിയിലത്തെ നീര് ഊറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുറേ പൂമ്പാറ്റകൾ ഒരുമിച്ച് വന്നിരിക്കുന്നതും അത് പറക്കുന്നതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കാൻ ഈ ഒരൊറ്റ ചെടി മതി. കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ കൂടി ഇവ പൂമ്പാറ്റകൾ വന്നിരുന്നിട്ട് ആ ചെടി നീരൂറ്റി കുടിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരുമിച്ച് വന്നിരുന്നിട്ട് അവ പറക്കുന്നത് കാണാനായിട്ടും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ചെടിയുടെ പുതിയ തൈകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കായ ഉണ്ടാവാറുണ്ട്. ആ കായ ഉണങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ കിലുക്കുമ്പോൾ കിലും എന്നുള്ളൊരു സൗണ്ട് കേൾക്കുന്നത് കൊണ്ടാണ് ഇതിനെ കിലുക്കിച്ചെടിയെന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആ വിത്തുകൾ പാവിയാൽ നമുക്കിതിന് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന തരത്തിലുള്ള പൂമ്പാറ്റകളാണ് കേട്ടോ കൂടുതലായിട്ടും ഇതിന്മേൽ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ നിറയെ പൂമ്പാറ്റകൾ ഇങ്ങനെ ചെടിയുമേ ഇരിക്കുന്നതും അതുപോലെ പറക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ ഒരു നല്ലൊരു സന്തോഷമായിരിക്കും. ഇതിൻ്റെ വിത്ത് കാണിച്ചു തരാനായിട്ട് ഇപ്പോൾ ഇതുമേ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ആവുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ വീട്ടിലുള്ളതല്ല, ഇത് ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിലുള്ളതാണ് കേട്ടോ. നല്ല വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ ഇതുമ്പോൾ നിറയെ പൂമ്പാറ്റകൾ വന്നിരിക്കും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻസൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പറ്റിയ ബെസ്റ്റ് പ്ലാന്റാണ് കേട്ടോ അത്. ഒട്ടുമിക്ക പേരുടെ വീട്ടിലും ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ പേര് ആർക്കും അറിയില്ല. എനിക്കും അറിഞ്ഞിരുന്നില്ല. ഞാൻ നെറ്റിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ പേര് കിട്ടിയത്. ഇതിൻ്റെ ശരിക്കുള്ള പേര് കുലുക്കിച്ചെടി എന്നല്ല. ഇതിൻ്റെ വിത്ത് ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ കുലുങ്ങുന്നത് കാരണമാണ് ഇതിനെ കുലുക്കിച്ചെടി എന്ന് വിളിച്ചു വരുന്നത്. ഇതിൻ്റെ വിത്ത് കിട്ടുകയാണെങ്കിൽ എനിക്കും എൻ്റെ ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കണം എന്നുണ്ട്. അപ്പോൾ വിത്താവുമ്പോൾ പറയാം, അല്ലെങ്കിൽ തൈയാവുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കണ്ടില്ലേ, ഒരു കൂട്ടം ബട്ടർഫ്ലൈസാണ് ഒരുമിച്ച് വന്നിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങളുടെ അവിടേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വേഗം വെച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വേഗം ഈ ചെടി നിങ്ങൾക്ക് ഇവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഗാർഡനിൽ സെറ്റ് ചെയ്തോ. നല്ലൊരു വൈബ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം.